പലർക്കും ഇപ്പോഴും ചക്കയുടെ സീസണൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്കിന്നൊരു ചക്കക്കുരു കൊണ്ട് ഒരു തീയലുണ്ടാക്കാം. ചക്കക്കുരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സീഡാണ്. ഇതിനകത്ത് വളരെയധികം മിനറൽസും പ്രോട്ടീൻ റിച്ച് ആയിട്ടുമുള്ള ഒരു സീഡാണിത്. ഇതുകൊണ്ട് നമുക്ക് നല്ല ഒരു തീയൽ ഇന്നുണ്ടാക്കാം. ചക്കക്കുരു തീയലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 30-35 പീസ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതൊരു ഈ സൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 ചുവന്നുള്ളി, ഒരു 5-6 പച്ചമുളക്. ഇത്രയും നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. തീയലിന് വറുത്തരയ്ക്കാനായിട്ട് ഞാനൊരു 2.5 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഒന്ന് ലൈറ്റായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളക്, പിന്നെ ഇവിടെ ഒരു 5-8 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും വേണം. വറുത്തരയിൽ ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചക്കക്കുരു നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരു, ചുവന്നുള്ളി നടുവേ പിളർന്നത്, പച്ചമുളക് ഒരു 5 എണ്ണം, പിന്നീട് തേങ്ങാക്കൊത്തും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. ഇനി നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നെകക്കെ വെള്ളം ഒഴിക്കാം നമുക്ക്. നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ച് വേവിക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടില്ലല്ലോ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ടിടാം. തിളച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കാം. തീയലിന് പുളി അത്യാവശ്യമാണല്ലോ. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് ഇതള് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇനി നല്ലപോലെ തിളക്കട്ടെ, തിളച്ച് വേകട്ടെ. ചക്കക്കുരു വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം നമുക്ക് ബ്രൗൺ ഷെയ്ഡ് വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മൂക്കാനുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. തേങ്ങ ഇപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂത്ത് പോയാൽ ചിലപ്പം കഴിക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ആറിയിട്ട് നല്ലപോലെ വെള്ളമില്ലാതെ നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ചക്കക്കുരുവും ഉള്ളിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു ഒരെണ്ണം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, അല്ലാതെ നല്ലപോലെ നമ്മൾ ഞെക്കുമ്പോൾ നല്ലപോലെ വെന്തിരുന്നാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് വറുത്തര നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. തേങ്ങ വറുത്തരച്ചത് ഞാനിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമില്ലാതെയാണ് അരച്ചിരിക്കുന്നത്. ഇത് വറുത്ത് കഴിഞ്ഞ സമയത്ത് എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിട്ട് ഒന്ന് ചൂടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്കിനി ചക്കക്കുരുവിൻ്റെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫയർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ചട്ടിയിൽ.
ഇതിനി നല്ലപോലെ തിളച്ച് എണ്ണ തെളിയുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഈ സമയത്ത് ഉപ്പും പുളിയുമൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇടുകയാണ്, 1/2 ടീസ്പൂൺ. ഇതിനി നന്നായിട്ട് തിളച്ചിട്ട് എണ്ണയൊക്കെ തെളിയട്ടെ. നമുക്ക് കടുക് താളിക്കാനുണ്ട്. തീയലിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാലുടനെ ഒരു നുള്ള് ഉലുവായിട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറി ലീവ്സും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ചത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇപ്പോൾ ഇവിടെ രുചികരമായ ചക്കക്കുരു തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എ ബിഗ് താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ് സാരസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.